ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വന്നു കേട്ടോ. പിക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, ഷാപ്പിൽ കിട്ടുന്ന നല്ല അടിപൊളി കപ്പയും നല്ല എരിവുള്ള ചൂരക്കറി. അപ്പോൾ സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. കുഞ്ചൂസ് ഫുഡ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ആദ്യം മീനൊന്ന് വെട്ടി വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ. അമ്മ തന്നെയാണ് ഇന്ന് മീൻ വെട്ടി തരുന്നത്. എനിക്ക് വീഡിയോയ്ക്ക് കുറച്ച് ലെന്ത് കൂടുതലായിരിക്കും. നമ്മളിന്ന് 2 വിഭവം ചെയ്യുന്നുണ്ടല്ലോ. എത്ര ഉണ്ട് ചൂര? മീനൊക്കെ വെട്ടിയപ്പോഴാണ് ഇഞ്ചി ഇല്ലെന്നുള്ള കാര്യം ഓർത്തത്. അപ്പോൾ ഒരു കുഞ്ഞു ചെടി പോകണ്ട, അതിനകത്തുനിന്ന് ഒരു കഷ്ണം ഇഞ്ചി എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഒരു കുഞ്ഞിഞ്ചിക്ക് വേണ്ടിയിട്ട് കടയിൽ പോകണ്ടല്ലോ. അതിൽ നിന്നൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നമുക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടെ എടുത്തിട്ട് വരണം. ഒരു കുഞ്ഞു കഷ്ണം ഒടിച്ചെടുത്താൽ മതി. പച്ചമുളക് പക്ഷേ ഉണ്ടായിരുന്നില്ല, ആകെ കുഞ്ഞു പച്ചമുളകായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ട, വേറെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 കറിവേപ്പിലയും കൂടെ പറിച്ചിട്ട് നമുക്ക് നേരെ കറി വയ്ക്കാൻ പോകാം. ഞാനിവിടെ ഒരു 10-20 ചെറിയുള്ളിയും ഒരു കുഞ്ഞി തക്കാളിയും നമ്മളെടുത്ത ഒരു വലിയ കഷ്ണം ഇഞ്ചിയില്ലേ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ചെറിയ കുടം വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി, അതുകൊണ്ട് 2 കൂടെ എടുത്തേക്കുന്നത്. ഒരു 4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ, വേറെ ഒന്നും ഓയിൽ ചെയ്യരുത്. വെളിച്ചെണ്ണ തന്നെയാണ് മീൻ കറിക്ക് നല്ലത്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ആ എടുത്ത വെളുത്തുള്ളി ഇല്ലേ, 2 കൂടം വെളുത്തുള്ളി, അതിൻ്റെ നേർ പകുതി മുറിക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ എടുത്തിരിക്കുന്ന ഇഞ്ചിയുടെയും പകുതി ഇഞ്ചി എടുത്തിട്ട് ഇതേപോലെ അരിഞ്ഞ് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചെറിയുള്ളി അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിരിക്കുക, അതൊന്നും അരിഞ്ഞിട്ടില്ല. നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇത്രയും സാധനങ്ങളും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം പേസ്റ്റ് ആക്കിയിട്ട് കറിയിൽ എണ്ണയിൽ ചേർത്ത് വഴറ്റിയെടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് മൂത്തൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതി. അപ്പോഴത്തേക്കും ഇതേ വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് അതിൻ്റെ പുറത്തെ തൊലിക്ക് ജസ്റ്റ് ഒരു കളർ മാറുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഞാൻ ഇന്ന് ആക്ച്വലി പുറത്ത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം മീൻകറിയൊക്കെ വിറകടുപ്പിൽ വെക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ഭയങ്കര മഴയാണ് ഇവിടെ, പുറത്തൊന്നും ഇറങ്ങാനേ പറ്റുന്നില്ല, അത്രയ്ക്ക് മഴയാണ്. പുറത്തെ മഴയുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളുടെ ഈ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്കതൊക്കെ എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ ആവശ്യത്തിന് ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവയൊന്ന് മൂത്ത് വരണം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ ആ പകുതി കഷ്ണം ഉണ്ടല്ലോ, ബാക്കി ഇഞ്ചി, അത് ഇങ്ങനെ ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുപാടുണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ ഒരുപാടില്ല കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്ന ചെറിയ കഷ്ണം തന്നെയുള്ളൂ, അതിൻ്റെ പകുതി ഉള്ളൂ ഇത്. ബാക്കി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 4-5 പച്ചമുളകും കൂടെ നെടുകെ കീറിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഒരു 4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില അധികമായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂണാണ് കേട്ടോ. അതിനുശേഷം ഒരു 4 ടീസ്പൂണ് സാധാരണ മുളക് പൊടി, അതായത് എരിവുള്ള മുളക് പൊടി 4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റാം കേട്ടോ, പച്ചമുളകിൻ്റെയും മുളക് പൊടിയുടെയൊക്കെ അളവ്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്, എരിവുണ്ടാവില്ല, കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഈ പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാവേ. ഇത് മല്ലിപ്പൊടിയും കൂടി ചേർക്കണം. ഒരു 3 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. തീ ഈ സമയത്തൊക്കെ ലോയിൽ വയ്ക്കണം, പൊടിയൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. എന്നിട്ട് ഒരു കുഞ്ഞ് തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ. അതെൻ്റെ ഒരു സന്തോഷത്തിന് എടുത്താണ്, കാരണം ഇവിടെ ആർക്കും തക്കാളി ചേർക്കുന്നത് ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് തക്കാളി ചേർക്കുന്നത്. അതുകൊണ്ട് ഒരു കുഞ്ഞ് തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു വലിയ തക്കാളി ചേർക്കാം കേട്ടോ. അതിനുശേഷം നമ്മളൊരു 2-3 കഷ്ണം കുടംപുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവില്ല. അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ആ വഴറ്റി വെച്ചിട്ട് നമ്മൾ അരച്ചെടുത്തില്ലേ, ആ ഒരു ചെറുള്ളിൻ്റെ പേസ്റ്റ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ വഴറ്റി എടുത്തിട്ട് അരച്ച് ചേർക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അത് നമ്മൾ സാധാരണ മൂപ്പിച്ച് ചേർക്കുന്നതിനേക്കാളും നല്ലതാണ്. ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ചാറ് കിട്ടും. ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിക്കാം. എന്നിട്ട് ഇത് തിളയ്ക്കാൻ വെക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണേ. നമുക്കൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചാറ് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അത് മീനിൻ്റെ തലയാണ്, അതും ഇട്ട് കൊടുത്ത് ഇനി ഇതിന് മുട്ട ഉണ്ടായിരുന്നു, അതും കൂടി ഒരു സൈഡിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഒരു സൈഡിലേക്ക് മാറ്റി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തവി കൊണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് താത്തിയൊക്കെ വെക്കാം. ഇനി നമ്മൾ തവിയിട്ട് ഇളക്കാൻ പാടില്ല. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇളക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ചുറ്റിച്ചെടുക്കുക പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി തിളച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടോ, ഇങ്ങനെയൊന്ന് ചുറ്റിച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാവേ. അത് കറിക്ക് നല്ലൊരു സ്മെല്ലുണ്ടാവും. മാത്രമല്ല ഈ പറഞ്ഞ പോലെ ചാറ് നല്ലൊരു കൊഴുപ്പും കിട്ടും. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു വിഭവം കൂടി ഇല്ലേ, കപ്പയിലേക്ക് പോവാം. ഞാനൊരു 2 കപ്പ എടുത്തിട്ടുണ്ട്. ഒരു വലിയ കപ്പയും ഒരു ചെറിയ കപ്പയാണ് എടുത്തേക്കുന്നത്. ഞാൻ കപ്പ പൊളിച്ച് തുടങ്ങിയെങ്കിലും പിന്നീട് അമ്മ ഏറ്റെടുത്തു. കണ്ടോ, കപ്പ പൊളിച്ചിട്ട് അതിങ്ങനെ കൊത്തി എടുക്കണം. അപ്പോൾ നമുക്ക് കപ്പ മുഴുവൻ അങ്ങനെ ചെയ്ത് നല്ല വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് ഞാനൊരു എന്താ പറയുക, ഇഡലിച്ചെമ്പില്ലേ, അതിലാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിലേക്ക് ഇട്ടിട്ടുണ്ട്. സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. മുങ്ങിക്കിടക്കാൻ വെള്ളം ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് കപ്പയിൽ നിന്ന് വേവിക്കാം.
മൂടി വെച്ച് വേവിക്കാവേ. ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് അരപ്പ് റെഡിയാക്കാനുണ്ട്. ഒരു തേങ്ങയുടെ പകുതി തേങ്ങ ചിരകിയതും കുറച്ച് കറിവേപ്പിലയും ജീരകവും ഒരു 3 പച്ചമുളകും ഒരു 2-3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയിൽ അരയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് ചതച്ച്, അതായത് ഒന്ന് ഒതുക്കിയെടുക്കാമെന്ന് പറയും, അങ്ങനെ എടുക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഞാൻ ലെങ്ത് കൂടാണ്ടിരിക്കാൻ പെട്ടെന്ന് കാണിക്കാം കേട്ടോ. എന്നിട്ടത് വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഈ തവി കൊണ്ട് തന്നെ കപ്പയും നന്നായിട്ട് ഉടച്ചെടുക്കണം, ഈ അരപ്പും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി താളിച്ച് ചേർക്കണമേ. അതിന് വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 2-3 വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അരപ്പിൻ്റെ കൂടെ ചതയ്ക്കാം. എനിക്ക് ആ പച്ച ഒരു ചുവ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വറവെടുപ്പിക്കുമ്പോഴാണ് വെളുത്തുള്ളി ചേർക്കുന്നത്. നിങ്ങൾക്ക് അരയ്ക്കുന്ന കൂട്ടത്തിൽ അരയ്ക്കാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒരു 4 ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞതും അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. എന്നിട്ട് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കളർ മാറി വരുന്ന മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കത് ആ കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ചെറിയുള്ളി മൂപ്പിച്ച് ചേർത്തതായിരിക്കും ഇതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പം നമ്മുടെ കപ്പയും റെഡി ആയിട്ടുണ്ട്, മീനും റെഡി ആയിട്ടുണ്ട്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഇങ്ങനെ കപ്പ ഒഴിച്ചതും മീൻകറിയൊക്കെ കഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. അപ്പോൾ ഇന്ന് കാണിച്ച 2 വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.